ഓയിൽ ഫീൽഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വ്യാപാര കൈമാറ്റത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുവെന്നാണ് ഏറ്റവും അവസാനമായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അത് മറ്റൊന്നുമല്ല, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓയിൽ കമ്പനി. ഈ ഒരു ഓയിൽ കമ്പനിയെ മറികടക്കാനുള്ള ശ്രമമാണ് റിലയൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സ്വകാര്യ എണ്ണ കമ്പനിയായ നയാര എനർജിയുടെ ഓഹരികൾ റിലയൻസ് സ്വന്തമാക്കിയേക്കുമെന്നാണ് ഏറ്റവും അവസാനമായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നയാര എനർജിയിലെ ഓഹരികൾ വിൽക്കാൻ റഷ്യൻ എണ്ണ കമ്പനിയായ റോസ്നെഫ്റ്റ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ തീരുമാനമെടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്വകാര്യ എണ്ണ കമ്പനികളുമായും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. ഈ ചർച്ചകൾക്കൊക്കെ തന്നെ ഒരു വിരാമമിട്ടുകൊണ്ട് റിലയൻസ് ഔദ്യോഗികമായി ഇത് ഏറ്റെടുക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നയാര എനർജിയിലെ 49% ഷെയറാണ് റോസ്നെഫ്റ്റ് എന്ന റഷ്യൻ കമ്പനിക്കുള്ളത്. ഈ കമ്പനിയാണ് നയാര എനർജിയുടെ മുഖ്യ സംരംഭകർ. അവരാണ് ഈ ഓഹരികൾ വിറ്റൊഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊരു സുവർണാവസരമാക്കിക്കൊണ്ട് ഓയിൽ ഫീൽഡിലെ കുത്തക മുതലാളിയാവാൻ റിലയൻസും അംബാനിയും തീരുമാനിച്ചിരിക്കുന്നു എന്ന ഒരു സുപ്രധാന വാർത്തയാണ് ഇന്ന് ബിസിനസ് ഫീൽഡിൽ നിന്നും പുറത്തു വരുന്നത്. എത്ര തുകയ്ക്കാണ് ഓഹരികൾ കൈമാറുന്നതെന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. ഓഹരി റിലയൻസ് ഏറ്റെടുക്കുമെങ്കിൽ റിലയൻസ് ഇന്ധന രംഗത്ത് നടത്തുന്ന ഏറ്റവും വലിയ കുതിച്ചുചാട്ടമായി ഇതിനെ കാണേണ്ടി വരും. പൊതുമേഖലാ എണ്ണ കമ്പനികളെ മറികടക്കാനും ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായി മാറാനും റിലയൻസിന് ഇതുവഴി സാധിക്കും. രാജ്യത്താകമാനം നയാരയ്ക്ക് 6750 പെട്രോൾ പമ്പുകളുണ്ട്. റിലയൻസിന് നിലവിൽ 1700 ഔട്ട്ലെറ്റുകൾ മാത്രമാണുള്ളത്. കഴിഞ്ഞ വർഷം മുതൽ നയാരയിലെ ഓഹരികൾ വിൽക്കാനുള്ള നീക്കം റോസ്നെഫ്റ്റ് ആരംഭിച്ചിരുന്നു. റഷ്യയുടെ ഉക്രൈനിലെ സൈനിക നടപടികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയതോടെയാണ് റോസ്നെഫ്റ്റ് ഓഹരികൾ വിൽക്കാനുള്ള നീക്കം ആരംഭിച്ചത്. ഉപരോധത്തിന് പിന്നാലെ ലാഭം സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നതിന് തടസ്സം നേരിട്ടിരുന്നു. ഇതോടെയാണ് റിലയൻസുകൾക്ക് ഓഹരി വാങ്ങി രാജ്യത്തെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയാവാനുള്ള സുവർണാവസരം കടന്നു വന്നിട്ടുള്ളത്. ഇതോടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനെ മറികടന്നുകൊണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായി റിലയൻസ് മാറും.